നമ്മൾ ഇന്ന് കാണുന്ന യൂട്യൂബ് പണ്ടൊരു ഡേറ്റിംഗ് ആപ്പ് ആയിരുന്നെന്ന് എത്ര പേർക്കറിയാം. അതുപോലെ യൂട്യൂബിന്റെ പേരിൽ കേസും ഉണ്ടായിരുന്നു. യൂട്യൂബ് ഇന്ന് കാണുന്നത് പോലെ ഒരു യൂട്യൂബ് ആകാൻ കാരണം 2004 ഇന്ത്യയിൽ ഒരു സുനാമി ഉണ്ടായിരുന്നല്ലോ, അതായത് കന്യാകുമാരിയിലെല്ലാം. ആ സുനാമിയും ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ എല്ലാവരും വരുന്നത് നല്ല ഫോളോവേഴ്സും നല്ല പൈസയും പിന്നെ നല്ല വ്യൂസ് ഒക്കെ വേണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും വരുന്നത്. അതുപോലെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ യൂട്യൂബിന് നല്ല വ്യൂസ് കിട്ടാൻ കാരണമായത് ഒരു TV ഷോ ആണ്. പക്ഷെ ഒരു കോമഡി എന്ന് പറയുവാണെങ്കിൽ ആ TV ഷോ നല്ല റീച്ച് കിട്ടാൻ കാരണവും യൂട്യൂബാണ്. സംഭവം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അപ്പം ഇത് നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ ഈ കൊച്ചു വീഡിയോ എന്തായാലും മേക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അപ്പോൾ ഇറ്റ്സ് മീ കിരൺ കുമാർ, വെൽക്കം ടു ദിസ് വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അതായത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള എന്ത് വീഡിയോ കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്തായാലും പറയാം. അപ്പം നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ പേപ്പാൽ എന്ന് പറഞ്ഞ കമ്പനി കേട്ടിട്ടുണ്ടല്ലോ. അതായത് ആദ്യ കാലഘട്ടത്തിൽ വെബ്സൈറ്റ് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിരുന്നു ഈ പേപ്പാൽ എന്ന് പറഞ്ഞ കമ്പനി. അവിടെയായിട്ട് സാധാരണ ജോലി ചെയ്ത 3 പേര്, അതായത് സ്റ്റീവ്, ഹാർലി, കരീം. ഇതിൽ ഹാർലി ഒരു ഡിസൈനറാണ്, ബാക്കി 2 പേരും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർമാരാണ്. ഇവർ 3 പേർക്കും സ്വന്തമായിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ചെയ്യുമ്പോൾ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ഐഡിയ ആയിരിക്കണം എന്ന് പറഞ്ഞ് അവർ കുറേ ചിന്തിച്ചിട്ടാണ് അവരൊരു ഐഡിയ ആയിട്ട് വന്നത്. ആ സമയത്ത് വീഡിയോ ഫോർമാറ്റിലൊന്നും ഡേറ്റിംഗ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വെബ്സൈറ്റ് ചെയ്യുവാണെങ്കിൽ യുവാക്കളെയും അട്രാക്ട് ചെയ്യാം, അപ്പം ഇത് തന്നെ നമുക്ക് ചെയ്യാമെന്നായിരുന്നു അവരുടെ ഐഡിയ. അങ്ങനെ ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു ഫെബ്രുവരി 14-ാം തീയതി, അതായത് വാലന്റൈൻസ് ഡേ. എന്നിട്ട് ഇതിന് യൂട്യൂബ് എന്ന് പേരും ഇട്ടു. ഈ ഡേറ്റിംഗ് വെബ്സൈറ്റായ യൂട്യൂബ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ തൻ്റെ സങ്കല്പത്തിലുള്ള പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഇത് കാണുന്ന ആൾക്ക് ആ വീഡിയോയിലുള്ള ആളിനെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഒരു റേറ്റിംഗ് ഒക്കെ കൊടുക്കാം. അതായത് 1 മുതൽ 5 വരെ ഉള്ളതിൽ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള റേറ്റിംഗ് കൊടുക്കാം. അതുപോലെ തിരിച്ച് ആ വീഡിയോ ഉണ്ടാക്കിയ ആൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് തമ്മിൽ ചാറ്റ് ചെയ്യാം. ഈ സൗകര്യങ്ങളെല്ലാം ആദ്യ കാലഘട്ടത്തിൽ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ റേറ്റിംഗ് ഒക്കെയാണ് ഇന്ന് ലൈക്സ് ആയിട്ട് മാറിയത്. ഇതിന് വേണ്ടി ഈ 3 പേരും അമേരിക്കയിലുള്ള ഒരുവിധം കാണാൻ കൊള്ളാവുന്ന എല്ലാ സ്ത്രീകളെയും പിന്നെ മോഡലുകളെയും സീരിയൽ നടിമാരെയും സിനിമ നടിമാരെയും എല്ലാം പോയി കണ്ടു. എന്നിട്ട് ഈ വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഫോർമാറ്റിലാക്കി ഈ വെബ്സൈറ്റിൽ ഒന്ന് അപ്ലോഡ് ചെയ്യണം എന്നാണ് അവരടുത്ത് പറഞ്ഞത്. വെറുതെ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട, അന്നത്തെ കാലത്ത് $20 മുതൽ $100 വരെ നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഇത് കണ്ട് ബാക്കിയുള്ളവരും ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഇതിൽ അങ്ങനെ കൂടുതൽ ഓഡിയൻസിനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവരുടെ 3 പേരുടെയും ഐഡിയ. പക്ഷേ അവർ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളെല്ലാം പോയത്. ഈ പറഞ്ഞ നടിമാരും മോഡലൊന്നും ഇത്രയും പൈസ തരാം എന്ന് പറഞ്ഞിട്ടും അവരിതിന് തയ്യാറായില്ല. 1-2 പേര് മാത്രമേ ഇതിന് തയ്യാറായിട്ടുള്ളൂ. ഈ 1-2 പേരെ വെച്ച് ഈ വെബ്സൈറ്റിലോട്ട് കൂടുതൽ ആൾക്കാരൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തത് ഇനി എന്ത് ചെയ്യും എന്നായിരുന്നു ഇവരുടെ 3 പേരുടെയും ഒരു ചിന്ത. അങ്ങനെ ഇരിക്കെ ഹർലിയുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിക്ക് എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കരീമിനെ കൊണ്ട് മാത്രം സ്ഥലത്തില്ലാത്തത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ഡിന്നർ പാർട്ടിയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കോമഡിയും സ്കിറ്റും ഡാൻസും പാട്ടും ഇതൊക്കെ കരീമിന് കാണണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട്സ് ഈ പാർട്ടിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത് കരീമിന് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വിചാരിച്ചതിനേക്കാളും വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് ആ വീഡിയോ കരീമിന് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് പോലെ വാട്സാപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. നെറ്റ് വഴി അല്ലെങ്കിൽ മെയിൽ വഴിയൊക്കെ അയക്കാൻ പറ്റുള്ളായിരുന്നു. ഈ മെയിൽ വഴിയൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഈ നെറ്റ് നല്ല സ്പീഡും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ മെസ്സേജും ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ അയക്കാൻ പറ്റുള്ളായിരുന്നു. അതേസമയം ആ കാലഘട്ടത്തും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിമോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഇടാൻ പറ്റുള്ളായിരുന്നു. അവസാനം കരീം നേരിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ എല്ലാം കണ്ടത്. ഇപ്പോൾ വരെ യൂട്യൂബ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ബാക്കി കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊന്നും അവർക്ക് ഒരു ഐഡിയയും ഇല്ല. ആദ്യം ചെയ്തതോ പാളിപ്പോയി, ഇനി രണ്ടാമത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലോകത്തിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ഒരു വലിയൊരു സുനാമി അനുഭവപ്പെട്ടു. അവർക്ക് ഈ സുനാമിയുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇന്റർനെറ്റിലും വിമോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൊക്കെ കുറെ തപ്പി. പക്ഷെ ഈ വിമോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് തന്നെ ഒരു 3-4 മാസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആ വെബ്സൈറ്റിലും വലുതായിട്ടൊന്നും വീഡിയോസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോഴാണ് അവർക്ക് ആ ഐഡിയ തോന്നിയത്, നമുക്ക് എന്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിടാം, അതും നല്ല ബെസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ് ആ യൂട്യൂബ് എന്ന ഡേറ്റിംഗ് ആപ്പിനെ ഒന്ന് അഴിച്ചു പണിഞ്ഞ് എല്ലാവർക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിലോട്ടാക്കി. അതായത് എന്ത് കണ്ടന്റും നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആരുമില്ല. നമ്മൾ ഈ കേട്ടിട്ടുണ്ടല്ലോ, സ്വന്തം കമ്പനിയെ പൊക്കിക്കൊണ്ടുവരാൻ വേറെ ആരുടെയും സഹായം വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുന്നത്. അതുപോലെയാണ് ആ കമ്പനിയുടെ യൂട്യൂബ് എന്ന കമ്പനിയുടെ ആ ഉടമസ്ഥന്മാരായ 3 പേരിൽ ഒരാളായ കരീം താൻ മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് എടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു.
അതായത് 23 ഏപ്രിൽ 2005. ആ വീഡിയോ ഇന്നും യൂട്യൂബിലുണ്ട്. അതായത് ആ വീഡിയോയുടെ പേരെന്ന് പറഞ്ഞാൽ മീ അറ്റ് ദ സൂ. അങ്ങനെ കുറെ ദിവസം കഴിയെ പയ്യെ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. ആ വീഡിയോയ്ക്കൊക്കെ വ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 300, 500, 1000 വ്യൂസ് ഉള്ളതുപോലെയായിരുന്നു യൂട്യൂബിന്റെ തന്നെ അവസ്ഥ. അതായത് യൂട്യൂബിന്റെ മൊത്തം വ്യൂസ് തന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ കാലഘട്ടത്ത്. അതേ ഒരു സമയത്ത് മറ്റൊരു വശത്ത് ലേസി സൺഡേ എന്ന് പറഞ്ഞ ഒരു സ്കിറ്റ് ഒരു സ്റ്റുഡിയോയിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ സ്കിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആ സ്കിറ്റ് കാണാൻ വന്ന ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ സ്കിറ്റ് അത്ര പോരാ എന്നാണ്, മോശം എന്നുള്ള രീതിയിലാണ് ആ സ്കിറ്റിന്റെ ഒരു അഭിപ്രായം. ഈ വന്ന കൂട്ടത്തിൽ ഒരാള് അയാളുടെ ക്യാമറയിൽ ഈ സ്കിറ്റ് മൊത്തം പകർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. യൂട്യൂബിൽ റിലീസായി കഴിഞ്ഞതിന് ശേഷം തുടക്കത്തിൽ ഒരു വ്യൂസും ഉണ്ടായിരുന്നില്ല അതിന്. പക്ഷെ സമയം കഴിയെ പതുക്കെ ഓരോ വ്യൂസ് കയറി വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോ നല്ല ഹിറ്റായിട്ട് മാറി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ ഈ സ്കിറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടെന്നും അത് ഫ്രീ ആയിട്ട് നമുക്ക് നോക്കാം എന്നെല്ലാം കരുതി കുറെ പേര് യൂട്യൂബ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ വീഡിയോയ്ക്കും അന്നത്തെ കാലത്ത് 5 മില്യൺ, അതായത് വലിയൊരു നമ്പറാണ്. ഇന്ന് തന്നെ 5 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാണ്. അത്രയും വ്യൂസ് ആ ഒറ്റ വീഡിയോയ്ക്ക് കിട്ടി. ആദ്യം ഈ സ്കിറ്റ് കണ്ട ഓഡിയൻസ് ഈ സ്കിറ്റ് കൊള്ളില്ല എന്ന് പറഞ്ഞെങ്കിലും യൂട്യൂബിൽ റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇത്രയും വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്കിറ്റിന്റെ പ്രൊഡ്യൂസർ ഇങ്ങനെ വീഡിയോ യൂട്യൂബിൽ റിലീസ് ആയിട്ടുള്ളതെന്ന് അറിയുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ യൂട്യൂബിൽ ഒരു റിക്വസ്റ്റ് അയച്ചു. അതായത് ഈ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അയച്ചു. അതനുസരിച്ച് യൂട്യൂബും ആ റിമൂവ് ചെയ്തു. ആക്ച്വലി ആ സംഭവത്തിന് ശേഷം യൂട്യൂബും ഭയങ്കര ഫേമസ് ആയി. അതിലും വ്യൂസ് ഒക്കെ അത്യാവശ്യം വന്നു തുടങ്ങി. അതേസമയം ഈ സംഭവത്തിന് ശേഷം യൂട്യൂബിൽ ഒത്തിരി തേർഡ് പാർട്ടി വീഡിയോസ് വന്നു തുടങ്ങി. അതായത് വേറെ ഒരാൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതുപോലെ ഒത്തിരി പ്രോഗ്രാമിന്റെ വീഡിയോസ് പെർമിഷൻ ഇല്ലാതെ യൂട്യൂബിൽ റിലീസ് ആയി തുടങ്ങി. അതിനെല്ലാം നല്ല വ്യൂസും ഉണ്ട്. അങ്ങനെ യൂട്യൂബും നല്ലോണം വളരാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതാണ്. അതായത് യൂട്യൂബ് തന്നെ തേർഡ് പാർട്ടി വീഡിയോസ് വെച്ചാണ് ഏറെക്കുറെ ആദ്യത്തെ കാലഘട്ടത്തിൽ വളർന്നത്. അങ്ങനെ കുറെ മാസങ്ങളൊക്കെ കഴിഞ്ഞു. യൂട്യൂബ് ഇപ്പൊ നല്ല ഫേമസ് ആയി, എല്ലാവരും അറിയുന്ന രീതിയിലൊക്കെ ആയി. അപ്പോഴാണ് 2006 ഒക്ടോബറിൽ ഗൂഗിൾ യൂട്യൂബ് $1.65 ബില്യൺ യൂട്യൂബ് മേടിക്കുന്നത്. യൂട്യൂബിന്റെ ഫൗണ്ടേഴ്സിനും ഇത് നല്ല തൃപ്തികരമായ പൈസ ആയതുകൊണ്ട് അവരും യൂട്യൂബ് ഗൂഗിളിന് കൊടുത്തു. ഗൂഗിൾ യൂട്യൂബ് മേടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ യൂട്യൂബിന്റെ പേരിൽ ഒരു കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന പേര് ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് എന്ന് പറഞ്ഞാണ് അവര് കേസ് കൊടുത്തത്. ആ കമ്പനിയുടെ പേര് യൂണിവേഴ്സൽ ട്യൂബ് എന്നാണ്, അതായത് യൂട്യൂബ്. പക്ഷേ ആ കേസ് ഒത്തിരി നാളൊന്നും കോർട്ടിൽ നിന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും ഗൂഗിളിന്റെ യൂട്യൂബ് ആണ് എല്ലാവർക്കും അറിയാവുന്നത്. അതുകൊണ്ട് കോടതി ആ കേസ് പിൻവലിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഗൂഗിൾ യൂട്യൂബിലോട്ട് അഡ്വർടൈസ്മെന്റും റവന്യൂ ഒക്കെ കൊണ്ടുവന്നു. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ആദ്യത്തെ 1 ബില്യൺ വ്യൂസ് വരുന്നത് നമ്മുടെ ഗണ്ണം സ്റ്റൈൽ സോങ്ങിനാണ്. അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അത് അത്രയ്ക്ക് വൈറലായ ഒരു പാട്ടാണ്. ഇതുപോലെയൊക്കെ എൻ്റെ വീഡിയോക്ക് എന്നാണോ വ്യൂസ് വരുന്നതെന്തോ. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ഒരു 100 പേരെങ്കിലും കണ്ടാൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിന്റെ വ്യൂസ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ചുമ്മാ ഒന്ന് അറിയാമല്ലോ. വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ചതുപോലെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ടു കിസ്. യെസ്, കേട്ടത് ശരിയാണ്. ഹൗ ടു കിസ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ആദ്യമായിട്ട് വന്നപ്പം എന്താണ് ആദ്യം സെർച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതല്ലാതെ വേറെയും നിങ്ങൾക്ക് കുറേ യൂട്യൂബിനെ കുറിച്ച് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അത് അറിയാമല്ലോ. ഓക്കെ, എനിവേ ഇതുപോലത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.